അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫഖ്റുദ്ദീൻ പന്താവൂർ. പുതിയ റമദാൻ വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് മാതൃഭൂമിയിൽ ഞാൻ കണ്ടൊരു വാർത്തയുണ്ട്. ഒരു നോമ്പ് തുറ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്ന ഒരു +2 വിദ്യാർത്ഥി, മുഹമ്മദ് നാജിൽ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി, സ്കൂളിലെ കലോത്സവങ്ങളിലൊക്കെ മാപ്പിളപ്പാട്ടിലൊക്കെ ഉന്നതമായ സ്ഥാനം നേടിയ വളരെ ആക്റ്റീവായ ഒരു കുട്ടിയാണ്. ഒരു അസുഖവും ഇല്ലാത്തൊരു കുട്ടി. അങ്ങനെ മുത്താഴൊക്കെ കഴിച്ച് പള്ളിയിൽ നിന്ന് വന്ന് നിസ്കാരം കഴിഞ്ഞ് സഹോദരനുമായിട്ട് കിടന്നുറങ്ങാണ്. ഉറങ്ങുന്നതിനിടെ പെട്ടെന്ന് ഈ കുട്ടി കുഴഞ്ഞു വീണു എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിലെ കൂറ്റനാടാണ് ഈ കുട്ടിയുടെ വീട്. ഈ മുഹമ്മദ് നാജിൽ എന്ന +2 വിദ്യാർത്ഥിയുടെ വീട്. ഉടൻ തന്നെ പെരുമ്പിലാവിലുള്ള ഞങ്ങളുടെ നാടിനടുത്തുള്ള ഒരു പ്രധാന ഹോസ്പിറ്റലാണ് പെരുമ്പിലാവിലെ അൻസാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകാനായിരുന്നു വിധി. ഇന്നാലില്ലാഹി വ ഇന്നാലി റാജിഊൻ. അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. എന്താണ് ഇങ്ങനെ ഇപ്പൊ ഇന്നലെ മാത്രം 3 പേരിങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. ഒരു അസുഖങ്ങളും ഇല്ലാത്ത ആളുകളാണ്. ഇപ്പൊ നമുക്ക് പറയാം, പ്രായമുള്ള ആളുകളാണെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ കാരണമാണ്, മറ്റു പ്രയാസങ്ങൾ കാരണമാണ്. പക്ഷെ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? മാതൃഭൂമിയിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്? രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു +2 വിദ്യാർത്ഥിയായ ഈ മുഹമ്മദ് നാജിൽ. മധുപ്പള്ളി വെളുത്ത വളപ്പിൽ മുഹമ്മദ് നാജിലാണ്, അതാണ് ഇവന്റെ മുഴുവൻ പേര്. 18 വയസ്സുള്ള ഈ കുട്ടിക്ക് പ്രായം. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയാണ്. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ബുധനാഴ്ച രാത്രി ഒരു 10:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിക്ക് ഒരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാർ സാക്ഷ്യപ്പെടുന്നത്. അങ്ങനെ ഉറക്കത്തിനിടയിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ സഹോദരൻ വന്നിട്ട് ഉമ്മാനെയും വീട്ടുകാരൊക്കെ വിളിക്കായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഈ കുട്ടി കുഴഞ്ഞു വീണു. ഉടൻ തന്നെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ചേർന്നിട്ട് പെരുമ്പിലാവിലെ അൻസാർ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും പിന്നീട് അവിടെ നിന്ന് തൃശ്ശൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ മരണപ്പെടാനായിരുന്നു വിധി. എന്താണ് ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് കൊണ്ടാണോ? പല ആളുകളും നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു അസുഖങ്ങളും ഇല്ലാത്ത ആളുകൾ മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ കാണലുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ പാലയിൽ ഒരു പെൺകുട്ടി ഈ ടർഫിൽ കളി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴാണ് ഗൗരി കൃഷ്ണ എന്ന് പേരുള്ള അത് +2 വിദ്യാർത്ഥിയാണ്. 17 വയസ്സുള്ള ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത്. മരണകാരണം ഇങ്ങനെ യാതൊരു അസുഖങ്ങളും ഇല്ലാത്ത വളരെ ഹെൽത്തി ആയ ആളുകൾ കുഴഞ്ഞു വീണ. ഇന്നലെ തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള ഞാൻ ദർസോതി പഠിച്ച അഞ്ചങ്ങാടിക്കടുത്ത് മുനക്കക്കടവിലുള്ള ഷമീർ എന്നൊരു 47-കാരൻ മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹം 3 മക്കളൊക്കെ ഉള്ള ഒരാളുടെ ഫാദറാണ്. അദ്ദേഹം മത്സ്യത്തൊഴിലിന് കടലിൽ പോകുന്നതിനിടെ കരകിൽ വെച്ചിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണുന്നു. ആ മനുഷ്യൻ മരിക്കുന്നു. ഇങ്ങനെ ഞാൻ 3 റീസെന്റ് ആയ സംഭവങ്ങൾ പറഞ്ഞതാണ്. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് നമ്മുടെ ഡോക്ടേഴ്സും മറ്റൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. കോവിഡിന് മുൻപ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഇത്രയധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ പത്രം വായിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുള്ള പല കാര്യങ്ങളും അറിയുന്ന ആളുകളുമാണല്ലോ. ഇങ്ങനെ ഈ രീതിയിലൊരു മരണം നടക്കുന്ന ഒരു സംഗതി വില്ലൻ കോവിഡ് വാക്സിൻ ആണോ, ആ പഴയ കുത്തിവെപ്പാണോ? ഇതെന്താണ് സർക്കാർ കൃത്യമായിട്ട് പഠിക്കാത്തത്? ഇപ്പൊ ഈ ഒരു പാലക്കാട് ജില്ലയിലുള്ള ഈ ഒരു മുഹമ്മദ് നാജിൽ, പടച്ചോൻ ആ ഒരു വീട്ടുകാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നാളെ അത്താഴത്തിന് വിളിക്കാൻ വേണ്ടി മക്കളോട് വേഗം കിടന്നുറങ്ങാൻ പറയുന്നു. അങ്ങനെ മുത്തംസ്കാരം കഴിഞ്ഞ് തറാവീഹും കഴിഞ്ഞ് മുത്താഴും കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന മക്കൾ, ആ മക്കള് പൊടുന്നനെ ഒരു അസുഖവും ഇല്ലാത്ത ഒരാള് കുഴഞ്ഞു വീഴുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ള ഇച്ചിരി പ്രയാസമാണ്. ഇനി ഇവനിക്കുള്ളത് കുറച്ച് സഹോദരിമാരാണ്. ലിയ, റന എന്നു പേരുള്ള 2 സഹോദരിമാരാണ് ഈ പൊന്നുമോനിക്കുള്ളത്. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് പാലക്കാട് ജില്ലയിലുള്ള കൂറ്റനാട് എന്ന് പറഞ്ഞാൽ എൻ്റെ എടപ്പാളിൽ നിന്ന് അത്ര അകലെയൊന്നും അല്ലാത്തൊരു നാടാണ്. അപ്പൊ അവിടെ ഈ ഒരു കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം. കൂട്ടത്തിൽ നമ്മൾ ഈ റമദാൻ മാസത്തിൽ ആ ഒരു പൊന്നുമോൻക്ക് വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ പാലായിലും അതേപോലെ ചാവക്കാടൊക്കെ മരിച്ച ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഏതായാലും ഇതിനെക്കുറിച്ചൊരു ഗൗരവമുള്ള പഠനം നടത്തണം. വില്ലൻ വാക്സിൻ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഈ കുട്ടി വാക്സിൻ എടുത്തോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടെ. സ്കൂളുകളിലൊക്കെ വാക്സിൻ കൊടുത്തിരുന്നല്ലോ ഒരു കാലത്ത്. ഇതെന്തായാലും ഇതൊരു കൃത്യമായുള്ള പഠനങ്ങൾ ഇല്ലാതാവുകയാണെങ്കിൽ വളരെ വലിയൊരു ഭീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. കൂട്ടത്തിൽ ഇന്ന് റമദാൻ മാസത്തിലെ ഞാൻ ഇന്നലെ കണ്ട ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരു കലാമണ്ഡലം സത്യഭാമ എന്ന് പേരുള്ള ഒരു നർത്തകി തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അതായത് ഒരേ രംഗത്ത് വർക്ക് ചെയ്യുന്ന
ചാലക്കുടിയിലുള്ള ഒരു കലാകാരൻ, കലാഭവൻ മണിയുടെ സഹോദരൻ കറുത്തവനായതുകൊണ്ട് വളരെ ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുകയും ഇപ്പോഴും ഇത്തരത്തിലുള്ള വർണ്ണവെറികളുള്ള ആളുകളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മാധ്യമങ്ങളുടെ മുന്നിൽ അത് വിശദീകരിക്കുമ്പോൾ പോലും തൻ്റെ ഭാഗത്തുള്ള തെറ്റു മനസ്സിലാക്കാതെ അഹങ്കാരം നിറഞ്ഞ ഭാഷയിലാണ് ഈ സത്യഭാമ പ്രതികരിച്ചിരുന്നത്. ഞാനപ്പോൾ ആലോചിച്ചത്, ഇസ്ലാമിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു കറുകറുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, സാക്ഷാൽ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹുവിന് ഒരിക്കൽ മദീനയിൽ നിൽക്കുമ്പോഴാണ്, ബിലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഈ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്തോ ദേഷ്യം പിടിച്ചപ്പോൾ ബിലാലിനെ വിളിച്ചൊരു വേർഡുണ്ട്, നീ കറുത്തവന്റെ മോനല്ലടാണ്, നീ കറുത്തവന്റെ മോനല്ലേ. ബിലാലിന്റെ ആ കുഞ്ഞു മനസ്സിൽ അത് വല്ലാതെ വ്രണപ്പെടുത്തി. ഹബീബായ നബിയുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്ന ഒരു സന്ദർഭം ഹദീസിലുണ്ട്. എൻ്റെ പുന്നാര നബിയെ, എന്നെ ആക്ഷേപിച്ചു, ഞാൻ കറുത്തവന്റെ മകൻ എന്ന് വിളിച്ച് എന്നെ ആക്ഷേപിച്ചു. കാരണം കറുത്ത ഒരു പെൺകുട്ടിയുടെയും കറുത്ത ഒരു അടിമയുടെയും മകൻ തന്നെയായിരുന്നു റബാഹിന്റെ പുത്രനായ ബിലാൽ. ബിലാലിന് പാട്ടുപാടാൻ കഴിവുള്ള ബിലാലിന് തൻ്റെ യജമാനൻ പാട്ട് പാടേണ്ടി വരുന്നത് യജമാനന് ഉറക്കം വരുമ്പോൾ മാത്രമായിരുന്നു. പാടാൻ സമ്മതിക്കാത്ത, ചിന്തിക്കാൻ അനുവാദമില്ലാത്ത ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു അടിമയായിരിക്കുമ്പോൾ തൻ്റെ യജമാനൻക്ക് വേണ്ടി കച്ചവട ചരക്കുകൾ സിറിയയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ കൊണ്ടുപോയിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അന്ന് ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ആ കച്ചവട യാത്രയിൽ ഉണ്ടായിരുന്നു സാക്ഷാൽ ഇസ്ലാം മതം സ്വീകരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ യാത്ര എങ്ങനെ ഒരുപാട് നീണ്ടപ്പോൾ, അതാണ് ബിലാൽ ഓർത്തത്, ആ യാത്ര ഒരുപാട് നീണ്ടപ്പോൾ എല്ലാവരും വിശ്രമിക്കാനിരുന്നപ്പോൾ വെളുവെളുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ എന്ന കറുകറുത്ത മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ഈ ഉച്ചമയക്കം ഒന്ന് സന്തോഷിക്കണ്ടേ? ബിലാൽ പറഞ്ഞു, എന്നോട് പാടാൻ പറയാൻ എങ്ങനെ അങ്ങക്ക് ധൈര്യം വന്നു? അങ്ങ് മറ്റാളുകൾ ആരും അത് ചെയ്യലില്ല. ഒരു കറുത്തവനായ എന്നെ കൊണ്ട് പാട്ടുപാടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? പാടൂ ബിലാൽ. അങ്ങനെ ബിലാൽ സുന്ദരമായിട്ട് പാട്ടുപാടി. ആരും ബിലാലിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദിച്ചു. അപ്പോഴാണ് ബിലാലിന്റെ ഉള്ളു നിറഞ്ഞത്. എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞത്? ഞാൻ തൗഹീദിന്റെ വക്താവാണ്, ഞാൻ ആമിനയുടെ പുത്രൻ മുഹമ്മദിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ബിലാലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു നനവ്. ഇസ്ലാമോ? എന്താണ് ഇസ്ലാം? അടിമക്കും ഉടമക്കും വ്യത്യാസങ്ങളില്ലാത്ത, കറുത്തവരും വെളുത്തവരും എന്നുള്ള വ്യത്യാസങ്ങളില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. ബിലാലിന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരാവേശം, എനിക്കും ചേരാൻ കഴിയുമോ? ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ അടിമയല്ലാതായി മാറുമോ? തീർച്ചയായിട്ടും അവിടെ എല്ലാവരും ഈക്വലാണ്, സമന്മാരാണ്. അങ്ങനെ ബിലാലിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ വിത്ത് വിതച്ചു തന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ആ യാത്ര കഴിഞ്ഞ് വന്നതോടുകൂടിയിട്ട് ഹബീബായ നബി രഹസ്യമായിട്ട് കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം തൻ്റെ യജമാനിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ, ആ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടും ഇങ്ങനെയൊക്കെ സഹിച്ചിട്ടും തന്നെ കറുത്തവന്റെ മോനെ എന്നാണല്ലോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയ സുഹൃത്ത് വിളിച്ചത് എന്ന വ്യസനമായിരുന്നു ആ മനുഷ്യന്റെ മുഖത്ത്. ഹബീബായ നബി ചോദിച്ചൊരു ചോദ്യമുണ്ട് അബൂദറുൽ ഗിഫാരിയോട്, നിന്റെ ഉള്ളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശങ്ങളുണ്ടോ? ആ പഴയ ജാതി വെറിയും വർണ്ണവെറിയും നിന്റെ ഉള്ളിലുണ്ടോ എന്നർത്ഥം. അബൂദറുൽ ഗിഫാരിക്ക് തന്റെ തെറ്റു മനസ്സിലായി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് 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 ആ കാൽക്കല് വീണു. എന്നിട്ട് പറഞ്ഞു, ആ കാല് കൊണ്ട് എൻ്റെ മുഖത്തേക്ക് ചവിട്ടു, എത്ര ചവിട്ടിയാലും ഞാൻ സഹിക്കാം, എനിക്കതിനുള്ള ശിക്ഷയാവട്ടെ, എൻ്റെ മുഖം മുഴുവനും വികൃതമായിക്കൊള്ളട്ടെ. അറിയാതെ ഞാൻ എൻ്റെ ചുണ്ടിൽ നിന്ന് ആ വാക്ക് വീണുപോയി. എൻ്റെ ഹൃദയത്തിൽ പ്രിയപ്പെട്ട ബിലാലെ, ആദ്യമായിട്ട് പ്രവാചകൻ ബാങ്ക് കൊടുപ്പിച്ച, ആ കഅബയുടെ മുകളിലേക്ക് കയറിയിട്ടെന്ന് മക്കം ഫതഹിന്റെ ബാങ്ക് കൊടുപ്പിച്ച ഒരാളാണ് ബിലാൽ. അന്ന് ബിലാൽ ആ കഅബന്റെ മുകളിൽ കയറിയിട്ട് ബത്ഹാ താഴ്വര മുഴുവൻ ഇങ്ങനെ നോക്കി. ഞാൻ ആട്ടിടയനായിട്ട് നടന്നിരുന്ന താഴ്വര, എന്നെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ആ ഒരു താഴ്വര, ഇന്നിതാ ആർക്കും കയറാൻ കഴിയാത്ത കഅബയുടെ മുകളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കയറ്റിയിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കൾച്ചർ തന്നെ കറുത്തവൻ വെളുത്തവൻ എന്നൊരു ഡിഫറൻ്റ് അതിലില്ല. അതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അബൂദറുൽ ഗിഫാരിയുടെ നെഞ്ചിന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു സങ്കടവും, ഇത്രയും നല്ല സുഹൃത്തിനെ കിട്ടിയല്ലോ, എൻ്റെ സങ്കടങ്ങളെല്ലാം മാഞ്ഞുപോയി നബിയെ. ഇങ്ങോട്ട് നോക്ക്, ഈ 2023 കറുത്തവൻ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന കറുത്തവനോട് വർണ്ണ വിവേചനം കാണിക്കുന്ന ഒരു കലാമണ്ഡലം സത്യഭാമ. എനിക്കതിനോട് കലാമണ്ഡലം എന്ന് പറയാനൊന്നും തോന്നുന്നില്ല. അപ്പോഴാണ് 1400 വർഷങ്ങൾക്ക് മുൻപ് 6-ാം നൂറ്റാണ്ടിലെ കറുത്തവനും വെളുത്തവനും ഡിഫറൻ്റ് ഇല്ലാതെ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന് മുൻപിൽ സമ്മാനിച്ചത്. അതാണ് ഇസ്ലാം. എനിക്ക് ഈ സംഭവം ഉണ്ടായപ്പോഴാണ് ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് ഇത് പറയാൻ തോന്നിയത്. അള്ളാഹു നമ്മളെല്ലാവരെയും
ആ ഒരു ഹബീബായ നബിയോടൊപ്പം ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. കൂട്ടത്തിൽ ആ ഒരു പൊന്നു മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.